നമസ്കാരം, മിഡ് ഈസ്റ്റ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗസയിലെ പട്ടിണി അകറ്റാൻ സഹായഹസ്തവുമായി UAE. തുടർച്ചയായ രണ്ടാം ദിനത്തിലും മരുന്നും ഭക്ഷണവും എയർ ഡ്രോപ്പ് ചെയ്തു. സഹായ ദൌത്യത്തിന് ഗസയിലേക്ക് പറന്നത് 193 വിമാനങ്ങൾ. നന്മയുടെ പക്ഷികൾ എന്ന് പേരിട്ട ദൌത്യം ജോർദന്റെ സഹകരണത്തോടെ. പഴകിയ പാചക എണ്ണ ബയോഡീസലാക്കി മാറ്റാൻ ദുബൈ. ഉപയോഗശൂന്യമായ ഗ്രീസ്, കൊഴുപ്പുകൾ എന്നിവയും ശേഖരിക്കും. റെസ്റ്റോറന്റുകളിലെയും വീടുകളിലെയും ഉപയോഗിച്ച പാചക എണ്ണ ഊവുചാലുകളിലേക്ക് ഒഴുക്കുന്നത് മൂലമുള്ള പരിസ്ഥിതി പ്രശ്നത്തിന് പരിഹാരം പ്രധാന ലക്ഷ്യം. ദുബൈ മുനിസിപ്പാലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത് ബയോടെക്നോളജി എന്ന സ്ഥാപനവുമായി കൈകോർത്ത്. ഇ-കൊമേഴ്സ് മേഖലയിൽ ഖത്തറിന്റെ കുതിപ്പ്. ഒരു വർഷത്തിനിടെ മാത്രം വളർച്ച 15%. കണക്കുകൾ പ്രസിദ്ധീകരിച്ചത് ഖത്തർ സെൻട്രൽ ബാങ്ക്. യുഎഇയിലേക്കുള്ള വിസ നടപടികൾ വേഗത്തിലാക്കാമെന്ന് പരസ്യം നൽകി തട്ടിപ്പ് വ്യാപകം. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള പ്രലോഭനങ്ങളിൽ വീഴരുതെന്ന് മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശം നൽകിയത് UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്. സൗദിയിൽ കാലാവധി തീർന്ന സന്ദർശക വിസയിൽ തങ്ങുന്നവർക്ക് ആശ്വാസം. രാജ്യം വിടാൻ അനുവദിച്ച സമയപരിധി ആഗസ്റ്റ് 26 വരെ നീട്ടി. ഫീസും പിഴയും അടച്ചാൽ നിയമാനുസൃതമായി രാജ്യം വിടാൻ അവസരം. ബഹ്റൈനിൽ അനധികൃത താമസക്കാരെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുന്നു. സൗദിയിൽ മഴ കനക്കും. മക്ക, അസീർ, അൽബാഹ പ്രദേശങ്ങളിൽ അതിതീവ്ര മഴയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ മഴ തുടരും. ഒമാനിൽ നാളെ മുതൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തുടർച്ചയായ രണ്ടാം ദിവസവും ഗസയ്ക്കായി ആകാശത്ത് നിന്ന് ദുരിതാശ്വാസ വസ്തുക്കൾ വർഷിച്ച UAE വിമാനങ്ങൾ. 193 വിമാനങ്ങളിൽ കഴിഞ്ഞ ദിവസം ദുരിതാശ്വാസ സാമഗ്രികൾ എയർ ഡ്രോപ്പ് ചെയ്തു. നന്മയുടെ പക്ഷികൾ എന്ന പേരിൽ ജോർദന്റെ കൂടി സഹകരണത്തോടെയാണ് ഗസയിലേക്ക് എയർ ഡ്രോപ്പിംഗ് ദൌത്യം തുടരുന്നത്. റെസ്റ്റോറന്റുകളിലും മറ്റും ഉപയോഗിച്ച പാചക എണ്ണ ബയോഡീസലാക്കി മാറ്റുന്ന പദ്ധതിയുമായി ദുബൈ മുനിസിപ്പാലിറ്റി. ബയോടെക്നോളജി എന്ന സ്ഥാപനവുമായി കൈകോർത്താണ് പദ്ധതി നടപ്പിലാക്കുക. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ദുബൈ മുനിസിപ്പാലിറ്റി ഒപ്പുവച്ചു. ദുബൈയിലെ വീടുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നും ഉപയോഗിച്ച പാചക എണ്ണ, ഗ്രീസ്, കൊഴുപ്പുകൾ എന്നിവ ശേഖരിക്കാൻ പദ്ധതിയുടെ ഭാഗമായി സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ഇ-കൊമേഴ്സ് മേഖലയിൽ കുതിപ്പ് രേഖപ്പെടുത്തി ഖത്തർ. ഒരു വർഷത്തിനിടെ 15% വളർച്ചയാണ് ഇടപാടുകളിൽ രേഖപ്പെടുത്തിയത്. ഖത്തർ സെൻട്രൽ ബാങ്കാണ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്. ഇ-കൊമേഴ്സ് പോയിന്റ് ഓഫ് സെയിൽ അഥവാ POS വഴി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 12.93 ബില്യൺ റിയാലിന്റെ ഇടപാടുകളാണ് ഖത്തറിൽ നടന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 14.95% വർധന. ഇതിൽ POS വഴി 8.6 ബില്യണിന്റെയും ഇ-കൊമേഴ്സ് വഴി 4.2 ബില്യണിന്റെയും ഇടപാടുകൾ നടന്നു. ഇൻസ്റ്റന്റ് പേയ്മെന്റ് സേവനമായ ഫൗറാൻ വഴി 3 ബില്യൺ റിയാലിന്റെ ഇടപാട് നടന്നതായും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. സമീപകാലത്ത് രാജ്യത്തെ ഇ-കൊമേഴ്സ് മേഖല ആരോഗ്യകരമായ വളർച്ച കൈവരിച്ചതായി സെൻട്രൽ ബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു. 3 വർഷത്തിനിടെ വാർഷിക വളർച്ചാ നിരക്ക് 9.4% ലക്ഷ്യമെന്നും ബാങ്ക് വ്യക്തമാക്കി. ഏറ്റവും പുതുതായി അവതരിപ്പിച്ച ഫൗറാൻ പേയ്മെന്റ് സർവീസിൽ 30 ലക്ഷത്തിലേറെ അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മേഖലയിൽ 17% വളർച്ചയാണ് രേഖപ്പെടുത്തിയതെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. മീഡിയ 1 ദോഹ. UAEയിലേക്കുള്ള വിസ നടപടികൾ വേഗത്തിലാക്കാമെന്ന് പരസ്യം ചെയ്ത് കബളിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പാണ് ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അതിവേഗത്തിൽ വിസ ലഭിക്കുമെന്നും നടപടിക്രമങ്ങൾ വെട്ടിക്കുറയ്ക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്കെതിരെയാണ് UAE ICPയുടെ മുന്നറിയിപ്പ്. ഇത്തരം പരസ്യങ്ങളിൽ പറയുന്ന വെബ്സൈറ്റ് വഴി വിസയ്ക്ക് അപേക്ഷിച്ച് വഞ്ചിതരാകരുതെന്നും ICP ചൂണ്ടിക്കാട്ടി. വലിയ ഫീസ് ഈടാക്കിയാണ് വിസ നടപടികൾ എളുപ്പമാക്കാമെന്ന് തട്ടിപ്പുകാർ വാഗ്ദാനം ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിനും UAE അധികൃതർ ഇത്തരത്തിൽ നടപടികൾ ലഘൂകരിക്കാൻ പ്രത്യേക അനുമതി നൽകിയിട്ടില്ല. ICPയുടെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ, ഔദ്യോഗിക സേവന കേന്ദ്രങ്ങൾ, ടൈപ്പിംഗ് സെന്ററുകൾ എന്നിവ വഴി ലളിതമായ നടപടിക്രമങ്ങളിലൂടെയാണ് UAE വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്. ഇതിനേക്കാൾ എളുപ്പമുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചുള്ള പരസ്യങ്ങൾ പണം തട്ടിയെടുക്കാനുള്ള തട്ടിപ്പാണെന്ന് ICP വ്യക്തമാക്കി.
ഇത്തരം വ്യാജ പരസ്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 അബുദാബി. സൗദിയിൽ കാലാവധി തീർന്ന സന്ദർശക വിസയിൽ തങ്ങുന്നവർക്ക് രാജ്യം വിടാൻ അനുവദിച്ചിരുന്ന സമയപരിധി നീട്ടി. ആഗസ്റ്റ് 26 വരെയാണ് പുതിയ സമയപരിധി. ഫീസും പിഴകളും അടച്ചാൽ നിയമാനുസൃതമായി രാജ്യം വിടാൻ അവസരമൊരുക്കുന്നതാണ് പദ്ധതി. ജൂലൈ 27 വരെയുള്ള ഒരു മാസത്തെ ഇളവാണ് കാലാവധി തീർന്ന സന്ദർശക വിസക്കാർക്ക് നൽകിയിരുന്നത്. ഇത് അവസാനിച്ചതോടെ 30 ദിവസത്തേക്ക് കൂടി സമയം അനുവദിച്ചാണ് പാസ്പോർട്ട് വിഭാഗത്തിന്റെ പുതിയ പ്രഖ്യാപനം. ബിസിനസ് വിസിറ്റ്, ഫാമിലി വിസിറ്റ് തുടങ്ങി മുഴുവൻ സന്ദർശക വിസകൾക്കും ഇളവ് ഉപയോഗപ്പെടുത്താനാവും. ഫീസും പിഴകളും സദാത് വഴി അടച്ച ശേഷം അബ്ഷിർ പ്ലാറ്റ്ഫോമിലെ തവാസുൽ സേവനം ഉപയോഗപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കണം. ഇതുവഴി വിസ ദീർഘിപ്പിക്കാനും പദവി ശരിയാക്കി നിയമാനുസൃതമായി രാജ്യം വിടാനുള്ള അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. വിസ കാലാവധി അവസാനിച്ച് രാജ്യത്ത് തങ്ങുന്നവർക്കും ഇവരെ കൊണ്ടുവന്നവർക്കും ഏറെ ആശ്വാസകരമാണ് പുതിയ പ്രഖ്യാപനം. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുന്നു. നിയമം ലംഘിച്ചതായി കണ്ടെത്തിയ 120 പ്രവാസികളെ ബഹ്റൈനിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കകം നാടുകടത്തി. ബഹ്റൈനിൽ തൊഴിൽ താമസ നിയമലംഘനം സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലത്ത് 1396 പരിശോധനകൾ നടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി LMRA അറിയിച്ചു. നിയമലംഘനം നടത്തിയ നിരവധി പ്രവാസികളെ പിടികൂടുകയും 120 അനധികൃത വിദേശ തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തു. വിവിധ ഗവർണറേറ്റുകളിൽ നടന്ന പരിശോധനകളോടൊപ്പം 14 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും നടന്നു. നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ്, വാണിജ്യ വ്യവസായ മന്ത്രാലയം, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി, വിവിധ പോലീസ് ഡയറക്ടറേറ്റുകൾ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധനകൾ. തൊഴിൽ വിപണിയുടെ സ്ഥിരതയെയും മത്സരക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കുന്നതോ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷയെ ബാധിക്കുന്നതോ ആയ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചുള്ള പരിശോധനകൾ തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു. നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വിവിധ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും നിരീക്ഷണം കർശനമാക്കുമെന്നും LMRA അധികൃതർ വ്യക്തമാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. സൗദിയിലെ വിവിധ ഇടങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മക്ക, അസീർ, അൽ ബാഹ തുടങ്ങിയ പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സൗദിയിൽ കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലാണ് മഴയെത്തിയത്. ഞായറാഴ്ച മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുണ്ടായി. മക്ക, മദീന, അൽബാഹ, അസീർ എന്നീ പ്രവിശ്യകളിലെ വിവിധ ഇടങ്ങളിലാണ് കൂടുതൽ മഴയെത്തിയത്. മഴയോടൊപ്പം തായിഫ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷവും ഇടിമിന്നലും ഉണ്ടായി. ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സവും നേരിട്ടിരുന്നു. ഇന്ന് അൽബാഹയിലെ അൽഖുറ, മന്ദക്ക്, ബൽജുർഷി എന്നിവിടങ്ങളിലും മക്കയിലെ മൈസാൻ, അൽഷഫ എന്നിവിടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അസീറിലെ അൽനമാസ്, തനൂം തുടങ്ങിയ പ്രദേശങ്ങളിലും റെഡ് അലർട്ട് ഉണ്ടായി. മഴയുടെ സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ നജ്റാൻ, റിയാദ്, മക്ക, ജിദ്ദ, റാബിക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഒമാനിൽ നാളെ മുതൽ താപനിലയിൽ വീണ്ടും വർധനയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താപനില ഉയരുന്നതിനാൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു. ഒമാൻ ചുട്ടുപൊള്ളുകയാണ്. നാളെ മുതൽ നിലവിലുള്ളതിനേക്കാൾ ചൂട് വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം. പ്രധാനമായും ഒമാൻ കടലിനോട് ചേർന്നുള്ള തീരദേശ ഗവർണറിലാണ് താപനിലയിൽ ഗണ്യമായ വർധന ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ദിമാവത്താനിലാണ്. 47.2 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ചൂട്. ഹംറാദൂരിലും സമാനമായ ചൂടാണ് അനുഭവപ്പെട്ടത്. സുനൈന, റുസ്താഖ്, ബുറൈമി തുടങ്ങിയ മറ്റു പ്രദേശങ്ങളിലും 45 ഡിഗ്രിക്ക് മുകളിലായിരുന്നു ചൂട് രേഖപ്പെടുത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തിന്റെ പലയിടങ്ങളിലും 50 ഡിഗ്രി സെൽഷ്യസിനടുത്തായിരുന്നു ചൂട്. കഴിഞ്ഞ ശനിയാഴ്ച സുനൈനയിൽ 48.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. മക്ഷിൻ, ഹംറാദുരു, ഹൈമ എന്നിവിടങ്ങളിൽ 48 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു ചൂട്. ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 48.6 ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെട്ടത് വെള്ളിയാഴ്ച മക്ഷിനിലായിരുന്നു. താപനില ഉയരുന്നതിനാൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ ഇന്നു മുതൽ 13 ദിവസത്തേക്ക് മിർസം സീസൺ ആരംഭിക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. വേനൽക്കാലത്തിന്റെ ഏറ്റവും ചൂടുള്ള ഘട്ടമാണിത്. ജംറത്തുൽ ഖൈസ് എന്ന പേരിലും ഈ സീസൺ അറിയപ്പെടുന്നു. തുടർന്ന് അൽ കുലൈബിൻ, സുഹൈൽ എന്നീ സീസണുകൾ ഉണ്ടായിരിക്കുമെന്ന് അൽ ഉജൈരി സെന്റർ അറിയിച്ചു.
രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസിൽ 4 വിദേശികളുടെയും ഒരു സ്വദേശിയുടെയും വധശിക്ഷ സൗദി അറേബ്യ നടപ്പിലാക്കി. മയക്കുമരുന്ന് കടത്ത് കേസിൽ ഒരു മാസത്തിനിടെ സ്വദേശികളും വിദേശികളുമായ 20 പേരാണ് സൗദിയിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയത്. വ്യത്യസ്ത കേസുകളിലായാണ് 5 പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. നെജ്റാനിൽ 3 പേരുടെയും മക്കയിലും തബൂക്കിലും ഓരോരുത്തരുടെയും വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി. ഹെറോയിൻ കടത്തിയ കേസിൽ എത്യോപ്യൻ സ്വദേശികളായ ഖലീഫ ഹുസൈൻ അബ്ദുൽ ഖാദർ, അബ്ദുൽ നൂർ യാസിൻ ആദം, അബ്ദുള്ള ഒമർ ഇബ്രാഹിം എന്നിവർക്ക് നെജ്റാനിലും, സമാനമായ കേസിൽ പാകിസ്ഥാൻ പൗരനായ സാരംഗ് ബക്തിയാർ സെബിനെ മക്കയിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കി. മറ്റൊരു കേസിൽ ആംഫിറ്റാമിൻ ഗുളികകൾ കടത്തിയ കേസിൽ സൗദി പൗരനായ അഹമ്മദ് ബിൻ മൊഹൈസിൻ ബിൻ ഹുസൈൻ അൽ റഷന്ദിയെ തബൂക്കിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കി. കേസിന്റെ തുടക്കത്തിൽ തന്നെ പിടിയിലായ പ്രതികൾക്ക് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഇത് പിന്നീട് അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചതോടെയാണ് ശിക്ഷ നടപ്പിലാക്കിയത്. സമാനമായ കേസിൽ ഒരു മാസത്തിനിടെ 20-ലേറെ സ്വദേശികളും വിദേശികളുമായ പ്രതികൾക്കാണ് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ശിക്ഷ രാജ്യത്തേക്ക് ലഹരി എത്തിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമുള്ള കടുത്ത മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉപയോഗിച്ചുള്ള യാത്രകളുടെ എണ്ണത്തിൽ വർധന. 3 കോടിയിലധികം യാത്രകൾ നടന്നു എന്നാണ് കണക്ക്. ഏറ്റവും കൂടുതൽ യാത്രകൾ പൂർത്തിയാക്കിയത് റിയാദിലാണ്. ഓൺലൈൻ റൈഡിംഗ് ആപ്പുകൾ ഉപയോഗിച്ചുള്ള യാത്രകളുടെ എണ്ണത്തിലാണ് വർധന. ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് 3.2 കോടി യാത്രകൾ പൂർത്തിയാക്കിയെന്നാണ് കണക്ക്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കണക്ക്. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രകളുടെ എണ്ണത്തിൽ 104%-ന്റേതാണ് വർധന. റൈഡിംഗ് ടാക്സി ആപ്പുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 87%-ന്റേതാണ് വർധന. നിലവിൽ 15,300 ഇത്തരം പ്ലാറ്റ്ഫോമുകളാണ് സേവനം നൽകുന്നത്. 2,63,000-ലധികം ഡ്രൈവർമാരും മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആപ്പുകൾ ഉപയോഗിച്ചുള്ള യാത്രയിൽ റിയാദാണ് മുന്നിൽ. 41% യാത്രകളും പൂർത്തിയാക്കിയത് റിയാദിലാണ്. മക്ക, കിഴക്കൻ പ്രവിശ്യ, അസീർ, മദീന തുടങ്ങിയ പ്രദേശങ്ങളാണ് തൊട്ടുപിറകിൽ. മേഖലയിലെ സേവനം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയത്. അനധികൃത സേവനങ്ങൾ കണ്ടെത്താനായി പരിശോധനകളും നിലവിൽ ശക്തമാണ്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന് UAE സായുധ സേനയിൽ ലഫ്റ്റനന്റ് ജനറലായി സ്ഥാനക്കയറ്റം. UAE പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായി ചുമതലയേറ്റ് 1 വർഷം തികയുമ്പോഴാണ് പ്രഖ്യാപനം. സായുധ സേനയുടെ സുപ്രീം കമാൻഡർ കൂടിയായ UAE പ്രസിഡന്റാണ് സ്ഥാനക്കയറ്റത്തിന് ഉത്തരവിട്ടത്. ഗൾഫിൽ പ്രവാസി കുടുംബങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഗാർഹിക പീഡനങ്ങളുടെയും ദുരൂഹ മരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ മീഡിയ 1 ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. മൗനം വെടിയാം, അതിജീവിക്കാം എന്ന പേരിൽ വിവിധ സാമൂഹിക സംഘടനകളുടെ കൂടി സഹകരണത്തോടെയാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. അടുത്ത കാലത്തായി ഗൾഫിലെ വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗാർഹിക പീഡനങ്ങളുടെയും ദുരൂഹമരണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇതിനെതിരെ സാമൂഹിക ജാഗ്രത ശക്തമാക്കുന്ന ക്യാമ്പയിന് മീഡിയ 1 തുടക്കം കുറിക്കുന്നത്. ഗാർഹിക പീഡനങ്ങൾ തക്ക സമയത്ത് അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്ത് പരിഹാരം കണ്ടെത്താനും വേദനകൾ പങ്കുവെക്കാതെ ഇരകൾ ജീവനെടുക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ കൂടിയാണ് മൗനം വെടിയാം, അതിജീവിക്കാം എന്ന പേരിലുള്ള ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് മീഡിയ 1 GCC ജനറൽ മാനേജർ സൊവാബ് അലി പറഞ്ഞു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. അതായത് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, പിന്നെ ആഹ്ലാദവും എല്ലാം നിറഞ്ഞതാണ്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ നേരിടുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അതിനെ ഷെയർ ചെയ്യുകയും അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നുള്ള നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് അതിനുള്ള ഊർജ്ജം കരസ്ഥമാക്കുകയും ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ ഷാർജയിലും അബുദാബിയിലൊക്കെ നടന്ന ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ. അത്തരം ദാരുണമായ മരണങ്ങളെ, അത്തരം സംഗതികളെ ആവർത്തിക്കാതിരിക്കാൻ കുടുംബത്തിലുള്ള വിഷയങ്ങൾ, അത് ഗാർഹിക പീഡനമാകാം, സാമ്പത്തികമാകാം, അല്ലാത്ത സോഷ്യലുമായി ബന്ധപ്പെട്ടതാകാം, കുട്ടികളുമായി ബന്ധപ്പെട്ടാകാം, എന്തോ ആയിക്കോട്ടെ, അത് തുറന്നു പറയുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക എന്നതാണ്. മൗനമാണ് നിങ്ങൾ വെടിയേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ജീവിതത്തെ വെടിഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ഇതിനെ നേരിടേണ്ടത് എന്നുള്ളതാണ് നമ്മളൊരു ക്യാമ്പയിൻ മുൻനിർത്തുന്നത്. ഗാർഹിക പ്രശ്നങ്ങളെ എങ്ങനെ നിയമപരമായും സാമൂഹികപരമായും പ്രതിരോധിക്കാമെന്നത് സംബന്ധിച്ച വിദഗ്ധരുടെ
ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നതോടൊപ്പം വിവിധ സാമൂഹിക കൂട്ടായ്മകളുടെ പിന്തുണയോടെ ബോധവൽക്കരണ പരിപാടികൾക്കും മീഡിയ വൺ അടുത്ത ദിവസങ്ങളിൽ തുടക്കം കുറിക്കും. മീഡിയ വൺ, ദുബായ്. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം അല്പസമയത്തിനകം നാട്ടിലേക്ക് കൊണ്ടുപോകും. പുലർച്ചെ 4-ന് മൃതദേഹം നാട്ടിലെത്തിക്കും. ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എയർ അറേബ്യ വിമാനത്തിലാണ് മൃതദേഹം കൊണ്ടുപോവുക. അതുല്യയുടെ സഹോദരിയും സഹോദരി ഭർത്താവും അബുദാബിയിൽ നിന്ന് മറ്റൊരു വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തും. സൗദിയിലെ ദമാമിൽ ലുലുവിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ദമാം ലുലു സെൻട്രൽ വെയർഹൌസിൽ സ്ഥാപിച്ച സൗരോർജ്ജ പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. സൗദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ദമാം അൽ ഒറൂബയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമാം മുനിസിപ്പാലിറ്റി മേധാവി എഞ്ചിനീയർ ഫായ്സ് അൽ അസ്മാരി, അൽബിർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം അബു അബ്ഹ എന്നിവർ ചേർന്ന് ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗദി അറേബ്യയുടെ വിഷൻ 2030 കരുത്തേകുന്നതാണ് ലുലുവിന്റെ സാന്നിധ്യമെന്നും മികച്ച തൊഴിലവസരവും പ്രാദേശിക വികസനവുമാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. കൂടുതൽ ലുലു സ്റ്റോറുകൾ സൗദി അറേബ്യയിൽ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് 69ാമത്തെ ഞങ്ങളുടെ പ്രൊജക്റ്റാണ്. സൗദി അറേബ്യയിൽ ഞങ്ങളുടെ 259 in GCC plus Aramco Commissary is 18 and NEOM 2. See another 15 projects on pipeline. ഞങ്ങൾ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലീഡർഷിപ്പിനോട് 2030 വിഷനിൽ ഞങ്ങൾ 100 ഹൈപ്പർ മാർക്കറ്റ് അയക്കുമെന്ന് പറഞ്ഞു. ഇത് 69ആണ്. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. 69 ആകുമ്പോഴേക്കും 100 പറ്റുമോ? ഇതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സൗദി അറേബ്യയുടെ രാജാവ്, കിരീടാവകാശി, ഗവൺമെൻറ്, സൗദിയിലെ ജനങ്ങൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. 81,268 സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി, ഹോട്ട് ഫുഡ്, ബേക്കറി, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ, കോസ്മെറ്റിക്സ്, സ്റ്റേഷനറി, ടോയ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക വിലക്കിഴിവും ലഭ്യമാണ്. ചടങ്ങിൽ ഈസ്റ്റേൺ പ്രൊവിൻസ് ലുലു സെൻട്രൽ വെയർഹൌസിൽ പുതുതായി സ്ഥാപിച്ച സൗരോർജ്ജ പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. 707.7 കിലോവാട്ട് ഉൽപാദനശേഷിയുള്ള റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നിർവഹിച്ചു. പ്രതിവർഷം 535 ടൺ കാർബൺ ബഹിർഗമനം തടയുന്നതിന് പുതിയ സോളാർ പ്ലാന്റ് വഴിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മീഡിയ വൺ, ദമാം. സൗദിയിൽ വ്യാവസായിക സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തി. ജൂണിൽ 83 വ്യാവസായിക ശാലകളാണ് രാജ്യത്ത് പുതുതായി എത്തിയത്. 950 ദശലക്ഷം റിയാൽ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ. രാജ്യത്ത് വ്യാവസായിക ശാലകൾ ആരംഭിക്കുന്നതിന് ജൂണിൽ 83 പുതിയ ലൈസൻസുകൾ അനുവദിച്ചതായി വ്യവസായ ധാതുവിഭവ മന്ത്രാലയം വെളിപ്പെടുത്തി. 950 ദശലക്ഷം റിയാലിന്റെ നിക്ഷേപമാണ് ഇതുവഴി പ്രതീക്ഷിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് മൈനിംഗ് ഇൻഫർമേഷൻ പുറത്തിറക്കിയ പ്രതിമാസ റിപ്പോർട്ട് അനുസരിച്ച് ജൂണിൽ 58 പുതിയ ഫാക്ടറികളും രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ലൈസൻസുകൾ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലായി 2000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയുടെ ഉൽപാദന മേഖലയുടെ സുസ്ഥിര വളർച്ച, ലൈസൻസുള്ള ഫാക്ടറികളുടെ യഥാർത്ഥ ഉൽപാദനക്ഷമത, മേഖലയുടെ സ്ഥിരത എന്നിവ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനുള്ള വിഷൻ 2030 പദ്ധതികളുടെ വിജയവും പൂർത്തീകരണവും ലക്ഷ്യവും കൈവരിക്കുന്നതായും മന്ത്രാലയം വിശദീകരിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ വൺ, ദമ്മാം.
OICC റിയാദ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേളയുടെ പ്രമോ വീഡിയോ പുറത്തിറക്കി. പ്രദർശനോദ്ഘാടനം റിയാദിൽ ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. സെപ്റ്റംബർ 26-ന് മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റ് മാളിലായിരിക്കും മേള സംഘടിപ്പിക്കുക. റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച സൂപ്പർ കപ്പിൽ റിയൽ കേരള FC ജേതാക്കളായി. സുലൈ FCയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ടൂർണമെന്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ബഷീർ ചേലമ്പ്ര, സൈഫു കരുളായി, ഷാഫി തുടങ്ങിയവർ ഭാഗമായി. ഒമാനിലെ മത്രയെ അടിമുടി മാറ്റുന്ന നിരവധി വികസന പദ്ധതികളാണ് തലസ്ഥാന നഗരത്തിലെ വിലായത്തിൽ പുരോഗമിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ പദ്ധതിയാണ് ഇതിൽ പ്രധാന ആകർഷണം. ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിലെ ഏറ്റവും ആകർഷക ഇടങ്ങളിലൊന്നാണ് മത്ര പോർട്ടും കോർണിഷ് അടങ്ങുന്ന ഭാഗവുമെല്ലാം. കടൽ തീരവും മത്ര സൂക്കും വിദേശികളടങ്ങുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ്. മസ്കത്ത് മുനിസിപ്പാലിറ്റി മത്രയുടെ തനത് സ്വഭാവം നിലനിർത്തി ടൂറിസം പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. നിരവധി പദ്ധതികളാണ് മത്ര വിലായത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി ഫീൽഡ് പരിശോധന നടത്തി. വാദി കബീർ റൗണ്ട് അബൌട്ട് പദ്ധതിയുടെ അവലോകനവും പര്യടനത്തിൽ ഉൾപ്പെട്ടിരുന്നു. സന്ദർശക അനുഭവം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള മത്രയിലെ നിക്ഷേപ പദ്ധതികളിലൊന്നായ മത്സ്യം പച്ചക്കറി മാർക്കറ്റിലെ യൂട്ടിലിറ്റി സേവനങ്ങളുടെ പ്രവർത്തനവും അദ്ദേഹം വിലയിരുത്തി. മത്രയിലെ കേബിൾ കാർ പദ്ധതിയും മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ സന്ദർശിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ പദ്ധതിയാണ് മസ്കത്തിൽ ഒരുങ്ങുന്നത്. പദ്ധതി ഈ വർഷം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേബിൾ കാറിന് മത്ര ഫിഷ് മാർക്കറ്റ്, അൽറിയം പാർക്ക്, കൽബോ പാർക്ക് എന്നിവിടങ്ങളിൽ 3 സ്റ്റേഷനുകൾ ഉണ്ടാകും. ഏകദേശം 3 കിലോമീറ്റർ ദൂരം ഈ പാത ഉൾക്കൊള്ളും. മീഡിയ 1 മസ്കത്ത്. കുവൈത്ത് തൊഴിൽ വിപണിയിൽ ജോലി ചെയ്യുന്നത് 169 രാജ്യങ്ങളിലെ തൊഴിലാളികൾ. ആരോഗ്യം, എണ്ണ, നിർമ്മാണം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസ സേവന മേഖലകളിലാണ് ഭൂരിപക്ഷം പ്രവാസികളും ജോലി ചെയ്യുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമപരമായ സംവിധാനങ്ങളാണ് വിവിധ രാഷ്ട്രങ്ങളിലുള്ളവരെ കുവൈത്തിലേക്ക് ആകർഷിക്കുന്നത്. നിലവിൽ തൊഴിൽ വിപണിയിൽ ഇന്ത്യക്കാർ 1-മതും ഈജിപ്ഷ്യൻ തൊഴിലാളികൾ 2-മതുമാണ്. ഒമാനിലെ സൊഹാറിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും CDA പറഞ്ഞു. ഇത്തരം തീപിടുത്തം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തടയാൻ ഉടമകൾ പതിവായി വാഹന അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും അതോറിറ്റി അഭ്യർത്ഥിച്ചു. നഗരത്തിന്റെ ശുചിത്വം നിലനിർത്തുന്നതിൽ സ്വദേശികളും താമസക്കാരും ശ്രദ്ധ പുലർത്തണമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി. മാലിന്യങ്ങൾ സുരക്ഷിതമായി കൊണ്ടുപോവുകയും മാലിന്യ ശേഖരണ സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കുകയും ചെയ്യണമെന്ന് മുനിസിപ്പാലിറ്റി ഓർമ്മിപ്പിച്ചു. ഫിലിപ്പീനോ സ്വദേശിയായ വീട്ടുജോലിക്കാരി കൊല്ലപ്പെട്ട കേസിൽ കുവൈത്ത് ക്രിമിനൽ കോടതി ദമ്പതികൾക്ക് വധശിക്ഷ വിധിച്ചു. പീഡനം, ശാരീരിക അതിക്രമം, നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കൽ, വൈദ്യസഹായം നിഷേധിച്ചു എന്നിവയുമായി ബന്ധപ്പെട്ട കേസിലാണ് കർശന വിധി. മനഃപൂർവ്വമായി നടത്തിയ ക്രൂരതയാണെന്നും കഠിന ശിക്ഷ വേണമെന്നും പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഒമാനിലെ പുതിയ മുസന്തം വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. അത്യാധുനിക സൌകര്യങ്ങളോടെ 2028 പൂർത്തിയാകുന്ന വിമാനത്താവളം മേഖലയുടെ തന്നെ വികസനത്തിന് പുതിയ വേഗം കൈവരിക്കും. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒമാനിലെ കസബ് വിലായത്തിലെ മുസന്തം വിമാനത്താവളത്തിന് ടെൻഡർ നടപടികളിലേക്ക് കടന്നപ്പോൾ ബിഡുകൾ സമർപ്പിച്ചത് 20ഓളം കമ്പനികളാണ്. പ്രാദേശിക അന്തർദേശീയ കമ്പനികളടക്കം 20ഓളം ബിഡുകളാണ് വന്നത്. ജൂലൈ 28 ബിഡുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിമാനത്താവളത്തിന്റെ അന്തിമ രൂപകൽപ്പന പൂർത്തിയായിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2028 വിമാനത്താവളം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നൂതന സൗകര്യങ്ങളോടെയാണ് മുസന്തം വിമാനത്താവളം ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 45 മീറ്റർ വീതിയുള്ള റൺവേ ഉൾപ്പെടും. പ്രതിവർഷം 2,50,000 യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നതിനായി കെട്ടിടം നിർമ്മിക്കും. കൂടാതെ എയർ ട്രാഫിക് കൺട്രോൾ ടവർ, ടാക്സി വേകൾ, മറൈൻ റെസ്ക്യൂ സ്റ്റേഷൻ, വിമാനങ്ങൾക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവ നിർമ്മിക്കും. രണ്ടാം ഘട്ടത്തിൽ റൺവേ 3300 മീറ്ററായി വികസിപ്പിക്കും. കൂടാതെ ടാക്സി വേകളുടെയും വിമാന പാർക്കിംഗ് സ്ഥലങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കും. മുസന്തമിലെ വികസനങ്ങൾ നേരിട്ടറിയുന്നതിനായി നേരത്തെ ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഗവർണറെ സന്ദർശിച്ചിരുന്നു. മുസന്തമിലെ ഷെയ്ഖുമാരുമായും പൗരപ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുകയും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. മീഡിയ 1 മസ്കത്ത്. SNDP ഒമാൻ യൂണിയൻ അപ്പോളോ ഹോസ്പിറ്റൽസുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അൽഹൈലിൽ നടന്ന ക്യാമ്പിൽ 70ഓളം പേർ രക്തം നൽകി. SNDP ഒമാൻ യൂണിയന്റെ വിവിധ ശാഖകളിൽ നിന്നുള്ള അംഗങ്ങളും സ്വദേശികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. L രാജേന്ദ്രൻ, കൺവീനർ G രാജേഷ്, TS വസന്തകുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
കുവൈത്തിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായി ആഭ്യന്തര മന്ത്രാലയം. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ 19,000-ലധികം പ്രവാസികളെ സുരക്ഷാ വിഭാഗം രാജ്യത്ത് നിന്ന് നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു. മദ്യം, ലഹരി വസ്തുക്കൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും നാടുകടത്തൽ നടപടിക്ക് വിധേയരായതായി റിപ്പോർട്ടിൽ പറയുന്നു. കുവൈത്തിൽ അമിത വേഗതയ്ക്കെതിരെ റഡാർ പരിശോധനയിൽ 118 നിയമലംഘനങ്ങൾ പിടികൂടി. വിവിധ ഗവർണറേറ്റുകളിലെ ഹൈവേകളിൽ മൊബൈൽ റഡാർ യൂണിറ്റുകൾ ഉപയോഗിച്ച് നടത്തിയ ഫീൽഡ് പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. വിവിധ കേസുകളിൽ പ്രതികളായവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുവൈത്തിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൌസ് വ്യാഴാഴ്ച. കുവൈത്ത് സിറ്റിയിലെ BLS സെന്ററിലാണ് ഇന്ത്യൻ പ്രവാസികൾക്കായി ഓപ്പൺ ഹൌസ് നടത്തുന്നത്. വൈകിട്ട് 4-നാണ് പരിപാടി. 3 മണി മുതൽ രജിസ്റ്റർ ചെയ്യാം. ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴകളില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി ജൂലൈ 31 നിന്ന് ഡിസംബർ 31 വരെ നീട്ടി. ഗുണഭോക്താക്കൾക്ക് നിയമം പാലിക്കുന്നതിന് കൂടുതൽ അവസരം നൽകുന്നതിനായാണ് സമയപരിധി നീട്ടിയത്. വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും തൊഴിൽ മന്ത്രാലയം പറയുന്നു. നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തൊഴിൽ സ്റ്റാറ്റസ് ശരിയാക്കുന്നതിനുള്ള ഗ്രേസ് പീരീഡ് നീട്ടിയത്. ജൂലൈ 31 അവസാനിക്കുമെന്നാണ് നേരത്തെ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരുന്നത്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനായി ജനുവരിയിലാണ് മന്ത്രാലയം സംരംഭത്തിന് തുടക്കമിട്ടത്. 7 വർഷത്തിൽ കൂടുതലായുള്ള പിഴകളാണ് ഒഴിവാക്കി നൽകുക. കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും അംഗീകൃത സേവന വിതരണ ചാനലുകളിലൂടെയും സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം. റെസിഡൻസ് കാലാവധി കഴിഞ്ഞിട്ടും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്ക് നിലവിൽ പിഴകളില്ലാതെ തന്നെ കരാർ പുതുക്കാൻ ഈ ഇളവ് വഴി സാധിക്കും. വിസ സ്റ്റാറ്റസ് ശരിയാക്കുന്നതിനനുസരിച്ച് റെസിഡന്റ് കാർഡിന്റെ എല്ലാ പിഴകളും ഒഴിവാക്കപ്പെടും. നോൺ വർക്ക് വിസകളുമായി ബന്ധപ്പെട്ട പിഴകളും ഒഴിവാക്കിയതായി റോയൽമാൻ പോലീസ് അറിയിച്ചിരുന്നു. തങ്ങളുടെ പദവി സ്ഥിരപ്പെടുത്തി രാജ്യത്ത് തുടരാനോ ശരിയായ സാഹചര്യത്തിൽ ജോലി നേടാനോ അല്ലെങ്കിൽ പിഴകൾ കൂടാതെ നിയമപരമായി കരാർ റദ്ദാക്കി തിരികെ പോകാനോ ആഗ്രഹിക്കുന്നവർക്ക് അവസരം നൽകുകയാണ് തൊഴിൽ മന്ത്രാലയം. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ അനധികൃതമായി ക്രിപ്റ്റോ കറൻസി മൈനിംഗ് നടത്തിയയാളെ കസ്റ്റഡിയിലെടുത്തു. സബ അഹമ്മദ് റെസിഡൻഷ്യൽ സിറ്റിയിലെ വാടക വീട്ടിനുള്ളിൽ മൈനിംഗ് പ്രവർത്തനത്തിലേർപ്പെട്ട പൌരനെയാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ ക്രിപ്റ്റോ മൈനിംഗ് നടത്തിയ നിരവധി പേരെ പിടികൂടിയിരുന്നു. ആഭ്യന്തര കലാപങ്ങളും വെള്ളപ്പൊക്കവും മൂലം ദുരിതമനുഭവിക്കുന്ന സുഡാനിലേക്ക് കുവൈത്തിന്റെ സഹായം. 40 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി വിമാനമെത്തി. കുവൈത്ത് ബൈ യുവർ സൈഡ് ക്യാമ്പയിന്റെ ഭാഗമായാണ് സഹായം എത്തിക്കുന്നത്. കുവൈത്ത് KMCC കാസർഗോഡ് ജില്ലാ സമ്മേളനം സ്വാഗത സംഘം രൂപീകരിച്ചു. ഫർവാനിയ KMCC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഊഫ് മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമാപന പൊതുസമ്മേളനത്തിൽ കേരളത്തിലെ മുതിർന്ന ലീഗ് നേതാക്കളും MLA-മാരും പങ്കെടുക്കും. ഗ്ലോബൽ തിക് ഓഡിയൻസ് ഫോറം ബഹ്റൈൻ ചാപ്റ്റർ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, കളറിംഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് കുട്ടികൾക്ക് പുതുഭാവനകളും ആവേശവും നിറച്ച് അതിരിയ ബ്രെയിൻ ക്രാഫ്റ്റ് ഇന്റർനാഷണൽ അക്കാദമിയിൽ സംഘടിപ്പിച്ച മത്സരങ്ങൾ നാടകപ്രവർത്തകനും ചിത്രകാരനുമായ ഹരീഷ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും മത്സരത്തോടനുബന്ധിച്ചൊരുക്കിയ പരിപാടികളിൽ ഭാഗഭാക്കായി. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ, സെക്രട്ടറി രഞ്ജി സത്യൻ, മജീദ് തണൽ, ബ്രെയിൻ ക്രാഫ്റ്റ് ചെയർമാൻ ജോയ് മാത്യു, ബിജു N എന്നിവർ സംസാരിച്ചു. 100-ലേറെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. അഫ്സൽ KP, ഗോപി, ചന്ദ്രൻ C, ജിതേഷ്, സാജിദ് MC, നദീറ മുനീർ, ഹസൂറ അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സര വിജയികൾക്ക് ചടങ്ങിൽ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി ഒരുക്കിയ പരിശീലന സെഷൻ ജിജി മുജീബ് നയിച്ചു. മീഡിയ 1, ബഹ്റൈൻ. യുവജനങ്ങൾക്കിടയിൽ മതബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ പദ്ധതി അവതരിപ്പിച്ച് ഖത്തർ ഒഖാഫ്. ഹിക്കായ എന്ന പേരിലാണ് പദ്ധതി. ഇതുപ്രകാരം യുവവിഭാഗങ്ങൾക്കായി പ്രത്യേക പ്രഭാഷണങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും. ഗസ വിഷയത്തിൽ ഖത്തർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളെ അഭിനന്ദിച്ച് ബ്രിട്ടൻ. സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താനായി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകുന്നതായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഊർജിതമാക്കണമെന്നും ലാമി അഭിപ്രായപ്പെട്ടു. കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി ഇംഗ്ലണ്ടിലെ ഹാർട്ട്ലി പൂളിൽ വെച്ച് നടന്ന ത്രിരാഷ്ട്ര കബഡി ടൂർണമെന്റ് വിജയകരമായി സമാപിച്ചു. പുരുഷ വിഭാഗത്തിൽ വെയിൽസ് വിജയികളായി. ആവേശകരമായ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെയാണ് വെയിൽസ് തോൽപ്പിച്ചത്. വനിതാ വിഭാഗത്തിൽ ഇംഗ്ലണ്ട് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ വെയിൽസാണ് റണ്ണേഴ്സ് അപ്പായത്.
അബുദാബിയിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഡ്രൈവറില്ലാ ടാക്സികളുടെ സേവനം വ്യാപിപ്പിക്കുന്നു. അൽഡ്രീം, അൽമറിയ ദ്വീപുകളിൽ കൂടി സ്വയം നിയന്ത്രിത ടാക്സികൾ ബുക്ക് ചെയ്യാം. 2040-നകം അബുദാബിയിലെ 25% വാഹനങ്ങളും ഡ്രൈവറില്ലാതെ സഞ്ചരിക്കുന്നവയാക്കുക എന്നതാണ് ലക്ഷ്യം. അയർലൻഡിലെ വാട്ടർഫോർഡ് വൈക്കിംഗ്സിന്റെ നേതൃത്വത്തിൽ കാർണിവൽ സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ താരം മമത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. അയർലൻഡിലെ പല ഭാഗങ്ങളിലുള്ള മലയാളികൾ പങ്കുചേർന്നു. കേരള തനിമ നിലനിർത്തിയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. സ്വർണ്ണാഭരണ വിപണന രംഗത്തെ പ്രശസ്ത സ്ഥാപനമായ ഭീമ ജ്വല്ലേഴ്സ് സ്ഥാപക ദിനം ആഘോഷിച്ചു. സ്ഥാപകനായ കെ ഭീമഭട്ടരുടെ 121ാമത് ജന്മദിനമാണ് ഭീമ സ്ഥാപക ദിനമായി ആഘോഷിച്ചത്. ഇതിന്റെ ഭാഗമായി ദുബൈയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കി. കരാമ അൽ അഹ്ലിയ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഭീമ ചെയർമാൻ ബി ഗോവിന്ദൻ ആഘോഷങ്ങളുടെ ഭാഗമായി. കുവൈത്തിൽ ജോലി ചെയ്തിരുന്ന മലയാളി എഞ്ചിനീയർ നാട്ടിൽ വെച്ച് മരിച്ചു. കോഴിക്കോട് ബിലാത്തിക്കുളം സ്വദേശി ദീപു ജേക്കബ് കുരുവിളയാണ് മരിച്ചത്. കുവൈത്ത് ഓയിൽ കമ്പനിയിലെ ഇൻസ്ട്രുമെന്റ് മെയിന്റനൻസ് എഞ്ചിനീയർ ആയിരുന്നു. 25 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. മൊത്തം 3 കോടി രൂപയുടെ വിദ്യാഭ്യാസ സഹായമാണ് പ്രഖ്യാപിച്ചത്. യോഗ്യരായ 25 MBBS, നഴ്സിംഗ്, ഫാർമസി വിദ്യാർത്ഥികളുടെ 100% ട്യൂഷൻ ഫീസും പദ്ധതി പ്രകാരം ഏറ്റെടുക്കും. വയനാട്ടിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കുന്നവർക്കാണ് ആനുകൂല്യം. അടുത്ത 5 വർഷത്തിനകം 125 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ബഹ്റൈനിൽ ഗാർഹിക തൊഴിലാളിയെ കൊണ്ട് 1 വർഷത്തോളം ശമ്പളം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുകയും പാസ്പോർട്ട് പിടിച്ചുവെക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ വനിതയ്ക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു കോടതി. 3 വർഷം തടവും 3000 ദിനാർ പിഴയുമാണ് വിധിച്ചത്. ഏഷ്യക്കാരിയായ തൊഴിലാളിയെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിനുള്ള ചെലവ് പ്രതി വഹിക്കണമെന്നും ബഹ്റൈൻ കോടതി ഉത്തരവിട്ടു. ബഹ്റൈനിലെ വൈദ്യുതി മന്ത്രാലയത്തിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തൊഴിൽ ചെയ്ത ഏഷ്യക്കാരൻ പിടിയിൽ. നിലവിലില്ലാത്ത ഒരു അമേരിക്കൻ സ്ഥാപനത്തിൽ നിന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റായിരുന്നു 45-കാരനായ ഇയാൾ ഉപയോഗിച്ചത്. 13 വർഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തസ്തികയിൽ ജോലി ചെയ്ത ശേഷമാണ് തട്ടിപ്പ് പിടികൂടിയത്. ശമ്പള കുടിശ്ശികയ്ക്കും ഇൻഡെമിനിറ്റിക്കുമായി നിയമപോരാട്ടം നടത്തിയ പ്രവാസി എഞ്ചിനീയർക്ക് 9000 ദിനാർ നൽകണമെന്ന് ലേബർ ഹൈക്കോടതി ഉത്തരവ്. ഇതിനു പുറമെ കമ്പനിയിൽ ജോലി പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ്, ഹർജിക്കാരന് കേസ് നടത്താനുണ്ടായ നിയമപരമായ ചെലവുകൾ എന്നിവയും തൊഴിലുടമ നൽകണമെന്നും കോടതി വിധിച്ചു. ഖത്തറിൽ ഭക്ഷ്യസുരക്ഷാ റേറ്റിംഗ് പ്രോഗ്രാമിന്റെ 3ാം ഘട്ടം ആരംഭിച്ചു. സ്ഥാപനങ്ങൾ ഫുഡ് സേഫ്റ്റി നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പരിശോധനയ്ക്ക് ശേഷം നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളെ തരംതിരിക്കും. ഗ്രേഡിംഗ് സ്ഥാപനങ്ങൾക്ക് പ്രദർശിപ്പിക്കാനാകും. ബഹ്റൈനിൽ ചെമ്മീൻ പിടുത്തത്തിന് ഏർപ്പെടുത്തിയിരുന്ന സീസണൽ നിരോധനം ആഗസ്റ്റ് 1 അവസാനിക്കും. സമുദ്രത്തിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി ആദ്യം മുതലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. നിരോധന കാലയളവിൽ നിയമവുമായി സഹകരിച്ച പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ അധികൃതർ അഭിനന്ദിച്ചു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷനും മലർവാടി ബാലസംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മർ ഡിലൈറ്റ് സീസൺ 3 വേനലവധി ക്യാമ്പിന്റെ ഭാഗമായി ബഹ്റൈനിൽ രക്ഷിതാക്കൾക്ക് പരിശീലന സെഷൻ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് MM സുബൈർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് പരിശീലകരായ ഫയാസ് ഹബീബ്, അൻഷദ് കുന്നക്കാവ് എന്നിവർ ക്ലാസ് എടുത്തു. ഇന്നത്തെ മിഡ് ഈസ്റ്റ് 7 സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി.